ഞാനും മെയിനായിട്ട് ഈ ഒരു അവസ്ഥയിൽ തന്നെയാണ്. ഇന്നെപ്പോലെ തന്നെ ഈ സെയിം അവസ്ഥ അനുഭവിക്കുന്നവരേക്കും നിങ്ങളും അല്ലേ? കൺസിസ്റ്റൻസി ഇല്ലായ്മ, അത് എന്ത് കാര്യത്തിലാണെങ്കിലും. ഇപ്പം നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് പ്രൊഡക്റ്റ് ഇറക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, കണ്ടന്റ് ക്രിയേഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ഇതിനൊക്കെ നമുക്ക് കൺസിസ്റ്റൻസി കിട്ടാത്തതുകൊണ്ടായിരിക്കും മേ ബി നമ്മളിപ്പോൾ എന്ത് ചെയ്യണം, ചെറിയൊരു സ്ട്രഗിൾ അനുഭവിക്കുന്നത് അല്ലേ? ഞാനും മെയിനായിട്ട് ഈ ഒരു അവസ്ഥയിൽ തന്നെയാണ്. വേറെ ഒന്നല്ല, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തു. നമ്മൾ മുന്നത്തെ വീഡിയോസ് ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തു, നമുക്ക് എല്ലാം കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല, എന്നാലും കുറച്ച് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. സൂൺ ഇനി നമുക്ക് അതൊക്കെ ഫിക്സ് ചെയ്യണം. സോ ഇതേ പ്രോബ്ലം ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളൂ, എൻ്റെ കൂടെ കൂടിക്കോളി. നമുക്ക് ഇന്ന് മുതൽ ഒരു ഗ്രോത്ത് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. അതായത് പ്രോപ്പറായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ വീഡിയോസ് പോസ്റ്റ് ചെയ്യാം. ചിലപ്പോൾ നമുക്ക് ഈ കണ്ടന്റ് എല്ലാം കിട്ടാത്തതായിരിക്കും മേ ബി നമ്മുടെ ഒരു മെയിൻ പ്രശ്നം അല്ലേ, കൺസിസ്റ്റൻസി ഇല്ലാത്തതിൻ്റെ പ്രശ്നം. എൻ്റെ കേസിൽ ചിലപ്പോൾ അത് പാട്ട് കിട്ടാത്തൊക്കെ ഉണ്ട്, അത് വേറെ വിഷയം. ഇപ്പോൾ കറൻ്റ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള, നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഐഡിയാസ്, അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ്, മാർക്കറ്റ് സ്റ്റഡീസ് എങ്ങനെ നടത്തണം, എങ്ങനെ നമുക്കൊരു പേഴ്സണൽ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാം. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ എവറിത്തിങ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. എന്നെപ്പോലെ തന്നെ നിങ്ങൾക്ക് കൺസിസ്റ്റൻസിയിൽ ചെറിയ പ്രശ്നങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നവരാണെങ്കിൽ നമുക്ക് അതും സോൾവ് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ കേസിൽ എനിക്ക് പാട്ട് കിട്ടാത്തതാണ്, ചിലർക്ക് കണ്ടന്റ് ഇല്ലാത്തതാണ്, ചിലർക്ക് ചിലപ്പോൾ ഇത് എങ്ങനെയുണ്ട് എന്ന് അറിയാത്തതാണ്, ചിലപ്പോൾ പോസ്റ്റ് ചെയ്യാനൊക്കെ വൈകുന്നത്. സോ അതൊക്കെ നമുക്കൊരു ഫിക്സ് ചെയ്യാം. ഇതുപോലെ നമുക്കൊരു കമ്മ്യൂണിറ്റി പോലെ നമുക്ക് ഇനി മൂവ് ചെയ്യാം. ഓക്കെ, ഇൻഷാ അല്ലാഹ് സോൺ നമുക്ക് എല്ലാം ഫിക്സ് ചെയ്തിട്ട് എല്ലാ പ്രോബ്ലത്തിനും നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ട് കൊണ്ടുപോകാം.